കുറേ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണിത്. മത്സര പരീക്ഷകൾക്കായി വർഷങ്ങൾ മാറ്റിവെച്ചവർക്ക് വേണ്ടിയാണ്. ഓരോ തവണ കാൽത്തെറ്റി വീണപ്പോഴും കുതിച്ചുയരാൻ ധൈര്യം കാണിച്ചവരോടാണ്. ഒരു സ്വപ്നത്തിന് പിന്നാലെയുള്ള ഓട്ടത്തിൽ ജീവിതത്തെ പ്രയോറിറ്റൈസ് ചെയ്ത് സ്വയം ഇൻട്രോവേർട്ടുകളായി മുദ്രകുത്തപ്പെട്ടവരാണ് നമ്മളിൽ പലരും. ആൾക്കൂട്ടത്തെയും അവരുടെ ചോദ്യങ്ങളെയും കൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കാൻ അനുവദിക്കാതെ അവനവനെയും സ്വന്തം മാനസിക ആരോഗ്യത്തെയും കൊണ്ട് സ്വയം ഉൾവലിയേണ്ടി വന്നവരാണ്. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വിവാഹം, കുടുംബത്തോടൊന്നിച്ചുള്ള യാത്രകൾ, ഇഷ്ടപ്പെട്ട സിനിമകൾ, കുഞ്ഞുനാൾ തൊട്ട് മുടക്കാത്ത ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയെല്ലാം എത്രയോ നാളുകളായി നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൻ്റെ പുറത്താണ്. ഭൂമിയുടെ ഉൾക്കാമ്പ് തൊട്ട് പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റം വരെ നീളുന്ന സിലബസ്, പഠനമുറി കവിഞ്ഞ് അടുക്കളയിലും ഊൺമേശയിലും ഉമ്മറത്തും മുഴങ്ങിക്കേൾക്കുന്ന യൂട്യൂബ് ക്ലാസുകൾ, കുമിഞ്ഞുകൂടിയ റാങ്ക് ഫയലുകൾ, എത്ര പഠിച്ചാലും മറന്നുപോകുന്ന പാഠങ്ങൾ, ഓരോ റിസൾട്ട് വരുമ്പോഴും തകർന്നുപോയ സ്വപ്നങ്ങൾ, ഉത്തരക്കടലാസിലെ തെറ്റുപോലെ ഒഴിച്ചുകൂടാനാവാതെ ജീവിതവും അതിൻ്റെ ഭാഗമായി പോയിട്ടില്ലേ? ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് വിരലിലെണ്ണാവുന്ന ഒഴിവുകളിലേക്കായി നടത്തപ്പെടുന്ന ഈ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ഒരു ജോലി ലഭിക്കുമെന്ന വിദൂരമായൊരു പ്രതീക്ഷയും കൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. അതിലേറ്റവും അവസാനത്തെ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവർ ഉണ്ടാകും. മാതാപിതാക്കൾക്ക് കൈത്താങ്ങാവാൻ പകലന്തിയോളം കഷ്ടപ്പെടുന്നവരുണ്ടാകും. അടുക്കളയുടെ ഇരുട്ടകങ്ങളിൽ നിന്ന് വെളിച്ചം തേടി അലയുന്നവരുണ്ടാകും. ജോലിയില്ലാത്തതിൻ്റെ പേരിൽ പ്രണയം നഷ്ടപ്പെട്ടവരുണ്ടാകും. ഇഷ്ടപ്പെട്ടയാളെ വിവാഹം ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ടാകും. മകനുണ്ടാകും, മകളുണ്ടാകും, അച്ഛനുണ്ടാകും, അമ്മയും ഉണ്ടാകും. ഒരിക്കലും ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ മുകളിലത്തെ ഇടത്തെ അറ്റത്ത് തൻ്റെ രജിസ്റ്റർ നമ്പർ തിരഞ്ഞു വരുമെന്ന ആത്മവിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ കൈവന്നു ചേരുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ഗവൺമെൻറ് രജിസ്റ്ററിലെ ആദ്യത്തെ സിഗ്നേച്ചർ, ഗവൺമെൻറ് ഓഫ് കേരള എന്ന ടാഗ്, ആദ്യത്തെ ശമ്പളം, ഒരു കുഞ്ഞിനെ പൂർണ്ണ ഗർഭം ധരിച്ച ഒരു സ്ത്രീ കാണുന്ന സ്വപ്നങ്ങൾ പോലെ മധുരമാർന്ന പ്രതീക്ഷകളാണവ. മുമ്പൊരിക്കൽ ഒരു കല്യാണ വീട്ടിലെ ബഹളങ്ങൾക്കിടയിൽ കൊച്ചിനെ നോക്കി വീട്ടിലിരിപ്പാണല്ലേ എന്ന് ചോദിച്ച ഒരു അധ്യാപികയെ ഓർക്കുന്നു. ഹൃദയം ഒരു മരണവീട് പോലെ നിശബ്ദമായത് ഓർക്കുന്നു. നീലിച്ച് കല്ലിച്ച ക്ഷതങ്ങൾ. സാധിക്കില്ല എന്നൊരായിരം പേര് പറയും. ഈ ശ്രമങ്ങളെല്ലാം നിഷ്ഫലമെന്ന് ആണയിടും. PSC പഠിക്കുന്നവർക്കെല്ലാം ജോലി ലഭിക്കില്ലെന്ന് സമർത്ഥിക്കും. തലവരെയും ഭാഗ്യത്തെയും പഴിക്കും. വേറെന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്തൂടെ എന്ന ചോദ്യത്തിന് മുന്നിൽ വാക്കിടറി നിൽക്കുമ്പോൾ അവർക്കറിയില്ലല്ലോ ഈ നിരാശകൾക്കും കണ്ണീരിനും കാത്തിരിപ്പിനുമിടയിൽ ഒടുവിൽ അപ്പോയിൻമെൻ്റ് ഓർഡർ കയ്യിൽ കിട്ടുന്ന നിമിഷം, അടക്കിപ്പിടിച്ച സങ്കടങ്ങളൊക്കെയും സന്തോഷമായി തീരുന്ന ആ നിമിഷം എത്രകാലം ആഴങ്ങളിൽ നമ്മുടെ ആത്മാവിൽ വേരോടിയിട്ടുണ്ടെന്ന്. ഈ യാത്രകളിൽ, യാതനകളിൽ, അതിൻ്റെ ഏറ്റവും അവസാനത്തിൽ നമ്മുടെ സ്വപ്നവും ജീവിതവും ഒന്നായി തീരുന്ന നിമിഷത്തിൽ ഈ മനുഷ്യരോടെല്ലാം ഒരുപോലെ നന്ദി പറയുക. ഹൃദയം കൊണ്ട് കേട്ടിരുന്നവരെ ചേർത്ത് നിർത്തുക. സങ്കടങ്ങൾക്ക് തണലായവർക്ക് തുണയാവുക. നമ്മുടെ വീട്ടുകാർക്ക് മുൻപിൽ, ഒപ്പം ചേർന്ന് നിന്നവർക്ക് മുന്നിൽ, അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ അവർക്ക് അഭിമാനമായി ചെന്ന് നിൽക്കാൻ കഴിയുന്ന ദിവസത്തിനായി പ്രയത്നിക്കുക. തോൽവികൾ ചവിട്ടുപടികളാക്കി അതിൻ്റെ നെറുകയിൽ തലയോർത്തി നിൽക്കാൻ നമുക്കൊരു സമയം വരും. എല്ലാ ശ്രമങ്ങൾക്കും അവസാനം ഒരു റിസൾട്ട് ഉണ്ടാകും.